ഈ ഒന്ന് എഴുതാതിരിക്കുന്നവരോട് അമൽ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് ബന്ധു പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ എഴുതാന്ന് എനിക്കൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ അയാൾ പറയുന്നുണ്ട്, നീ നിന്റെ അനുഭവങ്ങൾ എഴുതൂ, നിന്റെ ഗ്രാമത്തെ കുറിച്ച് എഴുതൂ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെയൊക്കെ സ്വന്തം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളാണ്. ആ നമ്മുടെ അനുഭവങ്ങളാകണമെങ്കിൽ അത് നമ്മുടേതായിട്ടുള്ള വിശദാംശങ്ങൾ വേണം. അതാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. ഈ ഇദ്ദേഹത്തിന്റെ കഥ, സുബേദാർ രാജൻ, അദ്ദേഹത്തിന്റെ 2 കഥകളുടെയും ഒരു സവിശേഷത, ഒരുപക്ഷെ മറ്റ് ആർക്കും എഴുതാൻ പറ്റാത്ത 2 കഥകളാണുള്ളത്. അത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു കഥ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ജവാൻ, ഒരു പട്ടാളക്കാരന്റെ അനുഭവമാണ്. അതിന്റെ പേര് പട്ടാള മേറ്റ്സ് എന്നാണ്. പട്ടിയമ്മയും പട്ടാള മേറ്റ്സും, ക്ലാസ്മേറ്റ്സിന് ഒരു സമാന്തരമായിട്ട് പട്ടാള മേറ്റ്സ്, ക്ലാസ്മേറ്റ്സ് എന്ന് പറയുന്നത് കോളേജ് മേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആ കഥയില് പട്ടിയമ്മയും പട്ടാള മേറ്റ്സും എന്നിട്ടാണ് കഥയുടെ പേര്. അതിൽ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അവനവന്റെ അല്ലെങ്കിൽ അവളവളുടെ പശ്ചാത്തലത്തിൽ നിന്ന് എഴുതുക, അവരുടേതായിട്ടുള്ള സ്വന്തം അനുഭവം ആവിഷ്കരിക്കാൻ നോക്കുക. അതേപോലെ എന്താണ് പറയുന്നതെന്ന് മാത്രമല്ല എങ്ങനെ പറയണമെന്നുള്ളത് പ്രധാനമാണ്. ഇദ്ദേഹത്തിന്റെ കഥകൾ ഒരു പ്രത്യേകത ആ അനുഭവ മണ്ഡലത്തിന്റെ പ്രത്യേകത തന്നെയാണ്. എലിസബത്തിന്റെ കഥയും നല്ല കഥയാണ്. ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന കഥയാണ് ഈ സമാഹാരത്തിന്. ഒരു പേജേ ഉള്ളൂ. അത് നന്നാവാനുള്ള പല കാരണങ്ങളിലൊന്ന് ഇപ്പോ ഈ ആധുനികോത്തര സാഹിത്യത്തിലൊക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എഴുത്ത് തന്നെ ഒരു പ്രമേയമാവുക എന്നുള്ളത്. ഒരു കഥ എന്ന് പറയുന്നത് ആ കഥ എഴുതുന്നതിനെ കുറിച്ച് തന്നെയാവുക. പിന്നെ അവനവൻ തന്നെ കടന്നു വരിക, അങ്ങനെയൊക്കെയുള്ള കുറെ കഥകളുണ്ട്. ആ കഥ ഒരു ഓർഡിനറി ട്വിസ്റ്റ് പോലൊരു സാധനം അതിലുണ്ട്. അല്ലെങ്കിലും അതിനൊരു പ്രാധാന്യം വരുന്ന ഇതുകൊണ്ടാണ്. ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എലിസബത്ത് നല്ല കഥയാണ് എഴുതിയിട്ടുള്ളത് എന്ന് വെച്ചിട്ട് എലിസബത്ത് ഒരു 10-30 കൊല്ലം കഴിഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിയാവുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. എന്റെ കൂടെ 10ാം ക്ലാസ്സിൽ 10 വരെ പഠിച്ചിരുന്ന ഒരു സുഹൃത്ത് അന്ന് ബാലഭക്തിന്റെ കഥ എഴുതുകയും ഞങ്ങളൊക്കെ വളരെ ആദരവോടെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റല് അതിന്റെ കാർഡിയോളജിസ്റ്റാണ്. ടി ഗോവിന്ദനുണ്ണി അത്ര പ്രശസ്തനായില്ല എഴുത്തുകാരൻ എന്ന നിലയ്ക്ക്. എന്നാൽ അദ്ദേഹത്തിന്റെ ചേട്ടനെ 2 മാസം മുമ്പ് ഇന്റർവ്യൂ ചെയ്ത് അത് മാതൃഭാഷയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചേട്ടനെ എങ്ങനെയൊക്കെ ഈ കഥയുടെ ലോകത്ത് വരും ഞാൻ വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം കുട്ടിസ്ലാങ്ക് എന്നുള്ള ചിത്രത്തിന് സൗണ്ട് കൊടുത്ത ആള് പിറവി എന്നുള്ള ചിത്രത്തിന് സൗണ്ട് കൊടുത്തിട്ട് 88 ദേശീയ അവാർഡ് കിട്ടി. ഈ ചേട്ടൻ ഇങ്ങനത്തെ ഒരു കഴിവുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നില്ല. അനിയനാണ് എന്നെ ധരിച്ചത്. അപ്പൊ അതൊക്കെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എലിസബത്തിന് ഈ സ്വപ്നം എഴുതാൻ കഴിവുള്ള എലിസബത്തിന് ഈ എഴുത്തിന്റെ മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനേക്കാൾ ലാഭം ഉള്ള എത്രയോ ജോലികളുണ്ട്. അവിടേക്ക് പോകാമാണെങ്കിൽ ഈ എഴുത്ത് എന്ന് പറയുന്ന ആ അർത്ഥത്തിൽ നമുക്ക് കൊണ്ടുവരുന്ന മാനമോ അപമാനമോ നമുക്ക് അറിഞ്ഞുകൂടാ. എഴുത്ത് എന്ന് പറയുന്നതിന് സാധാരണഗതിയിൽ വലിയ വില കൊടുക്കേണ്ടി വരും. സാധാരണഗതിയിൽ അരുന്ധതിറോ ഇത്രയും പ്രശസ്തയായിട്ടെങ്കിൽ അവരുടെ ജീവിതം അത്രയും സങ്കീർണമായ തലങ്ങളെ കടന്നുപോയിട്ട് വ്യക്തത മനസ്സിലായില്ല. ഗ്രന്ഥസാധനാണ് അവർ വിളിക്കുകയല്ല. പുസ്തകത്തിന് ഒരാഴ്ച മുമ്പ് ഞാനൊരു ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോയപ്പോ കല്യാണം നടക്കുന്ന നേരത്ത് അച്ഛൻ പറയുന്നത് വിശുദ്ധ പുസ്തകം സാക്ഷി നിർത്തി എന്നാണ് പറയുന്നത്. പുസ്തകത്തിന് ആ മൂല്യം ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല. ഒരു സിനിമയില് ഒരു പള്ളിയിൽ അച്ഛൻ ഇങ്ങനെ മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അടുത്ത ആള് ചോദിക്കും, നായകൻ ചോദിക്കും, അച്ഛൻ കുമ്പസാരം മൊബൈൽ എടുത്തു തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ മാറുമെന്ന് അറിയില്ല. പുസ്തകത്തിന്റെ മൂല്യം പെട്ടെന്നൊന്നും പോവില്ല ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിൽ കഥയും കവിതയായിട്ട് പ്രത്യക്ഷപ്പെട്ട കയ്യൊപ്പ് കൊടുത്ത എല്ലാവർക്കും ആശംസ നേരെയാണ്. ഇതില് എല്ലാം ഞാൻ പറയാൻ എനിക്ക് സമയമില്ല. ഈ അതില് ഒരു കവിത, രചനയുടെ കുറെ കവിതകളുണ്ട്. രചനയുടെ 9 കവിതയുണ്ട്.
രചനയുടെ ആ 9 കവിതകളിൽ എനിക്ക് നന്നായി തോന്നിയത് ആദ്യത്തെ കവിത തന്നെയാണ് പ്രണയം. അത് ഉപമകളുടെ ഒരു നിരയാണ്. അതാണ് എനിക്ക് ആ 9 കവിതകളിൽ ഇഷ്ടപ്പെട്ടതായി തോന്നിയൊരു കവിത. ഇതില് പദ്യം സ്വീകരിച്ചിട്ടുള്ള ആകെ ഒരേ ഒരാളാണ്. ഈ ഗദ്യകവിതയോട് വലിയ മമതയുള്ള ആളല്ല ഞാൻ. പദ്യത്തിൽ എഴുതുന്ന ഗംഭീരമാണെന്ന ഒരു തോന്നൽ എനിക്കില്ല. പക്ഷെ പദ്യം എന്റെ ഇഷ്ടപ്പെട്ട കവിതകളൊക്കെ എപ്പോഴും പദ്യത്തിലാണ്. പക്ഷെ പദ്യം പടച്ചെഴുതുന്നു ഈ വേഴ്സിഫിക്കേഷൻ നല്ല കാര്യം എനിക്ക് തോന്നുന്നില്ല. ഇത് CG ഗിരിജനാചാരി മാത്രമാണ് പദ്യത്തിൽ എഴുതിയിട്ടുള്ളത്. മറ്റെല്ലാവരും ഗദ്യത്തിലാണ്. വിദേഹം ശ്വേതാമോഹന്റെ ഗദ്യത്തിലാണ്. ഈ കവിതകളുടെ സെക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കവിത, അല്ലെങ്കിൽ വ്യത്യസ്തമെന്ന് തോന്നിയൊരു കവിത ഒരു തൃശൂർ മോഡൽ പറഞ്ഞത് എന്നുള്ളതാണ്. അതിന് തൃശൂരിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. തൊട്ടപ്പുറത്തുള്ള ആ ഫൈനാൻസ് കോളേജിലെ പ്രതിമകളും അവിടുത്തെ കുട്ടികളൊക്കെ ഒരു കഥാപാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നിയൊരു സംശയം, ടീച്ചർ വായിക്കുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് ഓർക്കുകയായിരുന്നു. ഇത് കഥ എന്ന് പറഞ്ഞു കൊടുത്തു വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ അതിന് വിലയിരുത്തുന്ന സംശയം എനിക്കുണ്ടായി. ഇത് കവിത എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു കൗതുകം തോന്നി. പക്ഷെ ഇത് വേണമെങ്കിൽ കഥ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാമല്ലോ. കഥ എന്ന് പറഞ്ഞിട്ട് ഞാൻ വായിക്കുകയാണെങ്കിൽ ഇതേപോലെ കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നൽ എനിക്കുണ്ട്. ഈ കവിത ഇന്നലെ ഇതിൽ വന്നപ്പോ എനിക്ക് വ്യത്യസ്തമായി തോന്നി ഈ ഒരു തൃശ്ശൂർ മോഡൽ പറഞ്ഞത് എന്നുള്ളത്. രചിതയുടെ 3-4 കവിതകളില്ല. സനീഷ് പുളിക്കൽ, ശ്രീരാജ് അമ്പഴപ്പിള്ളി. അതിന് ശ്രീരാജിന്റെ ശ്രദ്ധേയമായി തോന്നിയ കവിത എനിക്ക് അറബുമൃഗങ്ങളാണ്. രാജന്റെ കവിതകൾ, PV രാജന്റെ കവിതകൾ എന്നെ അത്ര ആകർഷിച്ചത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥയാണ് എന്നെ ആകർഷിച്ചത്. പിന്നെ വിവാഹശേഷം വിവാഹവുമായി ബന്ധപ്പെട്ട 4-5 കഥ, 4-5 കഥയുണ്ട് വിവാഹം പ്രമേയമായിട്ടുള്ളത്. പക്ഷെ അതില് ഒരുപക്ഷെ ഏറ്റവും നല്ല കഥ എന്ന് പറയുന്നത് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ ജെസ്സി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ ജീവിതാവസ്ഥ വിധിക്കുന്നതാണ് നന്നായി തോന്നിയത്. അപ്പോ ഇതിന് എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അതിന് പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ അതിനാരെങ്കിലും പേരെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാനൊരു നിരൂപകൻ നിലയ്ക്കല്ല സംസാരിച്ചത്. ഇത് ഇങ്ങനൊരു പുസ്തക പ്രകാശനം ഇവിടെ നടക്കുന്നത് കൊണ്ട് ഞാൻ വായിച്ചൊരു പുസ്തകമാണ്. അല്ലെങ്കിൽ ഞാൻ വായിക്കുമായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. രാജകോട്ടം അന്ന് വായിക്കുമായിരിക്കും, എന്നാലും ചിലപ്പോൾ കയ്യിൽ ഇരുന്ന് പറയാതിരിക്കും. പക്ഷെ ഇന്ന് ഇങ്ങനെ ചടങ്ങ് വെച്ചതുകൊണ്ട് അതിന്റെ ഗുണം ഞാൻ പറയാണ്. കുറച്ചു പേര് ഇത് വായിക്കും. പ്രകാശനം വേണോ വേണ്ടിയോ എന്നുള്ളത്, പ്രകാശനത്തിനൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കുടത്തിലെ വിളക്കെടുത്ത് പുറത്ത് വെക്കലാണ്, മേശപ്പുറത്ത് വെക്കലാണ്. ഞാൻ വിത്ത് ബുഷൻ. അപ്പൊ ഞാൻ എന്റെ 7 ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എന്നെ അവര് പ്രകാശനം നടത്തിയിട്ടില്ല. ഏതോ ചില പരിപാടികളുടെ ഭാഗത്ത് അവര് നടത്തിയിരുന്നല്ലാണ്ട് പ്രകാശനം നടത്തിയിട്ടില്ല. കാരണം പ്രകാശനത്തിൽ വലിയ വിശ്വാസമില്ലാത്തൊരു ആ ചെറുപ്പത്തിന് തുടർച്ച എനിക്കുണ്ട്. അടുത്ത പുസ്തകം ഒരു പ്രകാശനം വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അത് എന്റെ പുസ്തകം നിലയ്ക്കല്ല, ഞാൻ അത് ഒരു പ്രത്യേക പുസ്തകത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രകാശനം വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ 13 കൊല്ലമായിട്ട് ചെയ്ത ജോലികളാണ്. അതുകൊണ്ട് അതിനൊരു പ്രകാശനം വേണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് സ്വീകരിക്കാനായിട്ട് ആ പുസ്തകത്തിന്റെ ഏത് പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടത്, ആ പുസ്തകം എഴുത്തുകാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വരികയാണെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പ്രകാശനം എന്നുള്ള ഈ ചടങ്ങിന് ഞാൻ എല്ലാ ആശംസകളും നേരെയാണ്. ഇതിലെല്ലാ എഴുത്തുകാർക്കും, ഇപ്പൊ ഞാൻ വിട്ടുപോയിട്ട് പേരുകളുണ്ടാവും, അവർക്കും ഞാൻ എല്ലാ ആശംസകളും നേരെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എഴുത്തിന്റെ മേഖലയിൽ തങ്ങൾക്കാവുന്ന രീതിയിൽ സംഭാവന നൽകാനായിട്ട് പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ വിമർശനമായിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മധ്യജനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിലൊക്കെ പറയുമല്ലോ, അത് അത്ര ശ്രദ്ധിക്കാതെ പറഞ്ഞതായിരിക്കും എന്നെടുത്താൽ മതി. നിങ്ങൾക്ക് ഉചിതമായ പ്രോത്സാഹനങ്ങൾ ഞാൻ വിമർശിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ മറ്റുള്ളവർ തരും. ഒരാള് ഒരു ചീത്ത വാക്ക് പറഞ്ഞ 2 നല്ല വാക്ക് മറ്റാരും തരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ നല്ല വാക്ക് അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരും അത് പ്രതീക്ഷിക്കേണ്ടി വരും. എഴുത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങൾ എത്ര നല്ലത് എഴുതിയാലും, നിങ്ങൾക്ക് എത്ര നല്ലതെന്ന് തോന്നിയാലും അതിന് വിമർശനം ഉണ്ടാവും. ഒരു ചടങ്ങില് എനിക്ക് ദേശീയ അവാർഡ് കിട്ടിയ സന്ദർഭത്തിൽ അപ്പുറത്തെ ഹോളിൽ വെച്ചിട്ട് ഒരു സ്വീകരണം എന്റെ സുഹൃത്തുക്കൾ തരികയുണ്ടായി. അന്ന് എല്ലാവരും നല്ല വാക്കുകളാണ് പറഞ്ഞത്. അതിൽ എന്റെ ഒരു അടുത്ത സുഹൃത്ത് വിമർശനമായിട്ട് എന്തോ പറഞ്ഞു. പക്ഷെ അത് എന്റെ അടുത്ത പുസ്തകം എഴുതുന്ന സന്ദർഭത്തില്
എനിക്ക് ഒരു പ്രചോദനമായിരുന്നു. ഞാൻ എഴുതുന്ന രീതിയിൽ നിന്ന് ചെറിയൊരു എന്റെ പുസ്തകത്തിന്റെ ഘടന ഒന്ന് മാറ്റാനായിട്ട് ആ വിമർശനം സഹായിക്കുകയുണ്ടായി. ഞാൻ സത്യത്രായെ കുറിച്ച് ബുക്ക് എഴുതിയപ്പോ, സഞ്ചാരിയുടെ വീട് വിട്ട് ബുക്ക് എഴുതിയപ്പോ അതിന്റെ ഘടന നിശ്ചയിച്ചത് സത്യത്തിൽ ആ സ്വീകരണത്തില് അദ്ദേഹം പറഞ്ഞ വിമർശനമായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പൊ ധാരാളം വിമർശനങ്ങള്, ധാരാളം പ്രോത്സാഹനങ്ങള് നിങ്ങൾക്ക് കിട്ടട്ടെ. നിങ്ങൾ എല്ലാവരും കൂടുതൽ എഴുതി തെളിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.